ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 99 നൈറ്റ്സ് ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമായിട്ടാണ് റോബ്ലോക്സിലെ. സോ ഈ ഞാൻ നേരത്തെ സ്റ്റീൽ എവറിനോട്ട് കളിച്ച പോലെ തന്നെ ഫുഡും ഞാൻ കളിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ഡേയ്സ് സർവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടോപ്പ് ഡേ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ടോപ്പ് ഡേയ്സ് 187 ആണ്. ഫാസ്റ്റസ്റ്റ് 99 നൈറ്റ്സ് സർവൈവ് ചെയ്തത് 1 മണിക്കൂർ 11 മിനിറ്റ് 6 സെക്കൻഡ്. പിന്നെ ബാഡ്ജസ് ക്ലൈം ചെയ്തത് 24:37. പിന്നെ ക്ലാസ്സസ് എടുത്തത് 6 ക്ലാസ്സുകളുണ്ട് എനിക്ക്. ഇതിലൊരു ക്ലാസ്സാണ് മാക്സ് ലെവല്, ക്യാമ്പർ ക്ലാസ് മാത്രം. പിന്നെ ഞാനിപ്പോൾ ഇപ്പോൾ കളിക്കാൻ പോകുന്ന ക്ലാസ് നമ്മുടെ ഗാംബ്ലർ ക്ലാസ് ആണ്. ചെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഗാംബ്ലർ ക്ലാസ്സിൻ്റെ എത്രാമത്തെ ലെവലാണെന്ന് ഞാൻ നോക്കട്ടെ. ഞാനിന്ന് ഗാംബ്ലർ ക്ലാസ്സിൻ്റെ ലെവലൊന്ന് നോക്കട്ടെ. ഇപ്പോഴും 1 ലെവലാണ്. പിന്നെ എനിക്ക് ടാലൻ്റ് ഉണ്ട്. സൈബോർക്കിൻ്റെ ആണ്. ഏലിയൻ ടെക് ഡീൽസ് ഇൻക്രീസ് ഡാമേജ്. അതായത് ഏലിയൻ ടെക് വെപ്പൺസ് ഇത് കൂട്ടും, ഡാമേജ് കൂട്ടും. അതിൻ്റെയൊക്കെ ഒരു ഡാമേജ് കൂടും. അങ്ങനെയാണ്. പിന്നെ എനിക്കിപ്പോൾ ആകെ 29 ഡയമണ്ടേ ഉള്ളൂ. ടാലൻ്റൊക്കെ എടുത്തപ്പോഴത്തേക്കും എല്ലാം പോയി. ഗാംബ്ലർ ക്ലാസ്സിന് 55 ഡയമണ്ട് അങ്ങനെ ആയി. ഇനിയിപ്പോൾ ലെവൽ 2 ആവണമെങ്കിൽ എനിക്കിപ്പോൾ കുറച്ചും കൂടെ ചെസ്റ്റ് തുറന്നാൽ ലെവൽ 2-ലെത്താൻ പറ്റും. ലെവൽ 2-ലെത്തി ഒന്ന് രക്ഷപ്പെട്ടു. കാരണം എനിക്ക് കൂടുതലും ഡൗൺ ഗ്രേഡ് ആവുകയാണ്. ഞാനിപ്പോൾ കളിക്കാൻ പോവാണ്. ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. അപ്പം എനിക്ക് റിവാർഡ്സിൽ ഒരുപാട് ഫ്ലെയിംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ നോക്കട്ടെ. എനിക്കിപ്പോൾ ഒരു ബ്ലൂ ഫ്ലെയിമും ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്രോഗ് ഫ്ലെയിമും ഉണ്ട്. നമുക്കിപ്പോൾ ബ്ലൂ ഫ്ലെയിം ഉപയോഗിക്കണോ ഫ്രോഗ് ഫ്ലെയിം ഉപയോഗിക്കണോ? ഞാനിപ്പോൾ ഫ്രോഗ് ഫ്ലെയിം ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രോഗ് ഈവൻ്റ് 3 ദിവസം കൊണ്ട് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് പോയ്സൺ വെപ്പൺസ് കിട്ടും. ഞാൻ ഫ്രോഗ് ഈവൻറ്റിൻ്റെ ഫ്ലെയിം എടുത്തിട്ടുണ്ട്. ഫർണിച്ചേഴ്സ് ഇതെന്തിനാന്നറിയത്തില്ല, എങ്ങനെ കിട്ടുന്നതെന്നറിയില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഫയറൊന്ന് എക്വിപ്പ് ചെയ്യണം. കണ്ടോ, ഗ്യാദർ ചെയ്ത ഫ്രോഗ് ഇൻവേഷൻ ഈവൻ്റ് ഓൺ 3rd ഡേ. അപ്പം നമുക്കൊന്ന് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് 1 ആണ്. ഞാനിന്ന് പാർട്ടി ക്രിയേറ്റ് ചെയ്യാണ്. ഓ, ഇങ്ങനെ ഔട്ടായി പോയി. സോ ഗൈസ്, നമ്മൾ അങ്ങനെ കയറിയിട്ടുണ്ട്, പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വന്നു. സർവൈവ് 99 നൈറ്റ്സ്. ഫൈൻഡ് ദ മിസ്സിംഗ് ചിൽഡ്രൻ വിൽ ഹെൽപ്പ്. ഓക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഗാംബ്ലർ ക്ലാസ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓ ഗൈസ്, നമുക്ക് കിട്ടിയത് എന്താ എക്സ്ട്രാ വെപ്പൺ എന്താണെന്ന് വെച്ചാൽ റിവോൾവറാണ്. യെസ്, താങ്ക് ഗോഡ്. നമുക്ക് മരം മുറിക്കാം. ഇവിടെയൊക്കെ കോൾ ഉണ്ടോ എന്ന് നോക്കാം. കോള്, ഓ കോളുണ്ട്. ഓക്കെ, മരം മുറിച്ചു.
നമുക്കിതുകൊണ്ട് തീയിലിടാം. ഇതെടുത്തോണ്ട് പോവാം. ഞാൻ ക്യാമ്പ് ഫയർ ലെവലാക്കാൻ പോണു. പച്ച കളർ ഫ്ലെയിമാണ്, കാരണം മറ്റേ ഫ്രോഗ് ഫ്ലെയിമാണ്. ലെവൽ 2 ആയി. അപ്പോൾ അവിടെ ഒരു ഇതുണ്ട് സിമിത്തേരി, അതിൽ പോയി നോക്കാമെന്ന്. ചിലപ്പോൾ നമുക്ക് കോള് കിട്ടും. ഞാൻ പറഞ്ഞില്ല കോൾ ഉണ്ടാവുമെന്ന്. കുറച്ച് സ്ക്രാപ്പും ഉണ്ട്. ഇത് പെട്ടെന്ന് തുറക്കാം. അപ്ഗ്രേഡ് ആയി. ബട്ട് റിവോൾവർ നേരത്തെ ഉണ്ട്. ഇതിലിപ്പോൾ 6 ഉണ്ട്. ഒരു എക്സ്ട്രാ ഉണ്ട്. ഇപ്പം ലെവൽ 3 ആയി. പക്ഷെ നൈറ്റ് ഈസ് അപ്രോച്ചും പേടിക്കണ്ട. നമുക്ക് സ്ക്രാപ്പ് ഇടാം. എന്താ ഇവിടെ ഗ്ലിച്ച് എന്തോ ആയി ഇവിടെ. അപ്പം നമുക്ക് 2 സ്ക്രാപ്പ് ഉള്ളൂ. നമ്മൾ മാപ്പ് ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഡിയർ ക്യാമ്പ് ഫയറിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് ഡേ നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. പക്ഷെ ഈ നടക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാവും. ഇവിടെ ഒരു ടവർ ഉണ്ട്. ഇവിടെ മുകളിൽ ചെസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഇവിടെ ഇങ്ങനെ ഈ സ്റ്റെപ്പ് കയറി പോകുന്നതാണ്. എനിക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കിക്കൂടെ? ഒയ്യോ ഇപ്പം വീണേ. നമുക്കിത് സ്പീഡിൽ ഇങ്ങനെ ചെസ്റ്റ് ചെയ്ത് കയറാൻ പറ്റില്ല. സോ ഗൈസ്, ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. കോയിൻ സ്റ്റാക്ക് ഉണ്ട്. ഡോറ് അപ്പുറത്ത് അവിടെ കുറേ എന്തെങ്കിലും ഉണ്ടാവും. അതിന് മുമ്പ് ചെസ്റ്റ് തുറന്ന് നോക്കാം. ഓ ഗൈസ്, അപ്ഗ്രേഡ് ആയി. നമുക്ക് ഫിഷിംഗ് റോഡാണ് കിട്ടിയത്. വലിയ ഉപകാരമൊന്നുമില്ല, പക്ഷെ അപ്ഗ്രേഡ് ആയി. ഓ മോർണിംഗ് ആയി ഗൈസ്. ഗുഡ് മോർണിംഗ്. ഓ പിന്നെ ഇത് ചൂണ്ടയ്ക്ക് നല്ല ഉപകാരമുണ്ട് ഇപ്പോൾ. കാരണം നമ്മളെടുത്തേക്കുന്നത് മറ്റേ ഫ്രോഗ് ഫ്ലെയിമാണ്. അപ്പോൾ 3 ദിവസം കൊണ്ട് ഫ്രോഗ് ഈവൻ്റ് വരും. ഇവിടെ ഒന്നുമില്ല ഗൈസ്, അതുകൊണ്ട് നമുക്ക് ഇറങ്ങി പോവാം. അവിടെ ചൈൽഡിൻ്റെ ഉണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് പട്ടീനെ കൊല്ലാം. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ റിവോൾവർ ഉണ്ട്. പക്ഷെ ഇപ്പോൾ വേണ്ട. നമുക്കൊന്ന് ഇത് വേണം, ട്രേഡ് ചെയ്യണം. ബണ്ണി ഫുഡ് കിട്ടുമ്പോൾ നിങ്ങളെ ഞാൻ വിളിക്കാം. ഈ ദിവസം ഞാൻ ഫുള്ള് നോക്കി, എനിക്കൊരു ബണ്ണി ഫുഡ് പോലും കിട്ടിയില്ല. അപ്പോഴത്തേക്കും രാത്രി പെൽറ്റ് ട്രേഡർ പോയി. നമുക്ക് വല്ല ചെസ്റ്റിൽ നോക്കേണ്ടി വരും. എന്ത് ചെയ്യാനാ? അപ്പം നമുക്ക് രാവിലെ ആകുമ്പോൾ കാണാം. അപ്പോൾ
ഗൈസ് രാവിലെ ആയി, നമുക്ക് കിഡിനെ സീവ് ചെയ്യാൻ പോവാം. ഓക്കെ, ഫ്രോഗ് ഇവന്റ് വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല 3ാമത്തെ ദിവസം ആകുമ്പോൾ ഫ്രോഗ് ഇവന്റ് വരും. കണ്ടോ, ഫ്രോഗ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കിഡിനെ പോയി അന്വേഷിക്കാം. ഓ ഫ്രോഗ്. സോ ഗൈസ് ലാസ്റ്റത്തെ പട്ടിനെ കൊല്ലാൻ പോവാണ്. ഓക്കെ ഗൈസ്, ലാസ്റ്റത്തെ പട്ടീനെ കൊന്നിട്ടുണ്ട്. ഇനി കുട്ടീനെ രക്ഷിക്കാം. സോ ഗൈസ് കിഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഗൈസ് നമ്മൾ കിഡിനെ സേവ് ചെയ്തോ. അപ്പോൾ കിഡിൻ്റെ ചെസ്റ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ടാക്സ്. ഇനി നമുക്ക് 5 വെട്ടിന് ഒരു മരം, അങ്ങനെയല്ലേ? ആ, നോക്കാം. 1 2 3 4 5. അതെ, 5 തന്നെ. ഇത് എൻ്റെ ക്യാമ്പ് ഫയർ ഇപ്പോൾ ഇതാവാറായി. പിന്നെ എൻ്റെ ഹംഗ്രി ലെവൽ പിന്നെ പറയണ്ടല്ലോ. യെസ്, ഞാൻ പറഞ്ഞല്ലേ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ തോക്കിൻ്റെ ഉണ്ട തീർന്നു ഗൈസ്. ഇപ്പം രാവിലെ ആകുമ്പോൾ വിളിക്കാം. ഫുഡൊന്ന് കഴിക്കട്ടെ. രാവിലെ ആയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രാവിലെയായി. ഇതാണ് ഫ്രോഗിൻ്റെ സ്ഥലം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ, ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞ ഈ വീഡിയോ ഉണ്ടാവും. ഓ, കൾട്ടിസ്റ്റ് വരുന്നുണ്ട്. സോ ഗൈസ് ഞാൻ ലാവാപ്പഴം കണ്ടുപിടിച്ചു. ഓ മൈ ഗാഡ്. പക്ഷെ ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്. ഓ ഗൈസ്, നമ്മൾ ഹംഗ്രി ആണ്. ഭാഗ്യത്തിന് സ്റ്റീക്ക് കയ്യിലുണ്ട്. ഹെൽത്ത് ഒട്ടുമില്ല ഇപ്പോൾ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റാക്ക് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ക്യാമ്പ് ഫയറിൽ പോകണം. നൈറ്റ് ഈസ് അപ്രോച്ചിങ് ആണ്. ഓ മൈ ഗാഡ്. ഈ ഫൈറ്റും കൂടെ കഴിഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് എപ്പിസോഡ് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ